ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലൂടെ ടൂൾ പോസ്റ്റ് ലെയ്ത്തിലുള്ളൊരു പോർഷനാണ്. അപ്പം ടൂൾ പോസ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, നോക്കുക. ദ ടൂൾ പോസ്റ്റ് ഹോൾഡ് ആൻഡ് ഫാമിലി സപ്പോർട്ട് ദ ടൂൾ ഓർ ടൂൾസ്. ദ ടൂൾ പോസ്റ്റ് ഈസ് ഫിറ്റഡ് ഓൺ ദ ടോപ്പ് സ്ലൈഡ്. ഓക്കെ, എളുപ്പമാണ്. അതായത് ഈ ഒരു ടൂൾ പോസ്റ്റ്, ഓക്കെ, ചിത്രത്തിലേക്ക് വരാം. ഇതാണല്ലോ ടൂൾ പോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു സിംഗിൾ വേ ടൂൾ പോസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൂൾ പോസ്റ്റ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഒരു ടൂളിനെ അല്ലെങ്കിൽ ടൂൾസിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് എവിടെയാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ദ ടൂൾ പോസ്റ്റ് ഈസ് ഫിറ്റഡ് ഓൺ ദ ടോപ്പ് സ്ലൈഡ്. ഓക്കെ, ഇതാണ് ടോപ്പ് സ്ലൈഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ലേത്തിന് എന്തൊക്കെ ഉണ്ടായിരുന്നു, ക്യാരേജ് ഉണ്ട്. ഈ ക്യാരേജിൽ തന്നെ ആപ്രോൺ എന്ന് പറയുന്ന ഒരു ഭാഗം, അതുപോലെ തന്നെ സാഡിൽ എന്ന് പറയുന്ന ഭാഗം, പിന്നെ ഒരു സാഡിലിൻ്റെ ആ ഒരു പോർഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിച്ചിരുന്നു. അതായത് ക്രോസ് സ്ലൈഡിൻ്റെ മുകളിൽ കോമ്പൗണ്ട് സ്ലൈഡ്, അതിന് മുകളിൽ ടോപ്പ് സ്ലൈഡ്. സോ ഒരു ടോപ്പ് സ്ലൈഡിന് മുകളിലായിട്ടാണ് ഈ ഒരു ടൂൾ പോസ്റ്റ് ഉള്ളത്. ഈ ഒരു ടൂൾ പോസ്റ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് എന്താണ്, നമ്മൾ ഒരു ടൂളിനെ എന്ത് ചെയ്യുന്നു, റിജിഡ്ലി ഹോൾഡ് ചെയ്യുന്നു, അല്ലെ ഫേമിലി ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. സിമ്പിളാണ്. ഓക്കെ, 3 തരത്തിലുള്ള ടൂൾ പോസ്റ്റിനെ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ഒന്നെന്ന് പറയുന്നത് അമേരിക്കൻ ടൈപ്പ് ടൂൾ പോസ്റ്റ് ആണ്. ഇതിനെ സിംഗിൾ വേ ടൂൾ പോസ്റ്റ് എന്ന് പറയുന്നുണ്ട്. വാട്ട് ഈസ് അനദർ നെയിം ഓഫ് സിംഗിൾ വേ ടൂൾ പോസ്റ്റ്? അമേരിക്കൻ ടൈപ്പ് ടൂൾ പോസ്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ ഇൻഡക്ഷൻ ടൈപ്പ് ടൂൾ പോസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അതിനെ വാട്ട് ഈസ് അനദർ നെയിം ഓഫ് ഇൻഡക്ഷൻ ടൈപ്പ് ടൂൾ പോസ്റ്റ്? സ്ക്വയർ ടൂൾ പോസ്റ്റ് എന്നും അതുപോലെ തന്നെ ഫോർവേ ടൂൾ പോസ്റ്റ് എന്നും പറയുന്നുണ്ട്. ക്വിക്ക് ചേഞ്ചിങ് ടൂൾ പോസ്റ്റ്, അത് മോഡേൺ ലേത്തുകളിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ക്വിക്ക് ചേഞ്ചിങ് ടൂൾ പോസ്റ്റ് ആയിരിക്കും. സോ നമ്മൾ ഈ ഒരു പോർഷൻസ് ചിലരെന്ത് ചെയ്യും, കോമൺലി യൂസ്ഡ് ടൈപ്പ് ഓഫ് ടൂൾ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ ടൈപ്പ് ടൂൾ പോസ്റ്റ്, പിന്നെ സിംഗിൾ വേ ടൂൾ പോസ്റ്റ് എന്ന് പഠിക്കുന്നു. ഇങ്ങനെ അന്നേരം തന്നെ പഠിച്ച് കാണാതെ പഠിച്ച് വെക്കാൻ നോക്കും. അതിനേക്കാൾ എളുപ്പമെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഇത് ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ നോക്കുന്നതായിരിക്കും. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ ആദ്യം സിംഗിൾ വേ ടൂൾ പോസ്റ്റ് ആണ്. ഇതാണ് സിംഗിൾ വേ ടൂൾ പോസ്റ്റ് എന്ന് പറയുന്നത്. സിംഗിൾ വേ ടൂൾ പോസ്റ്റ് എന്ന് അമേരിക്കൻ ടൈപ്പ് ടൂൾ പോസ്റ്റ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്താണ് സിംഗിൾ വേ ടൂൾ പോസ്റ്റ്? ഇതിനകത്ത് സിംഗിൾ ടൂളിനെ മാത്രമാണ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. സോ ചോദിക്കാം, ഒരു ടൂളിനെ മാത്രം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ടൂൾ പോസ്റ്റ് ആണ് എടുത്തതെന്ന് പറയുന്നത് സിംഗിൾ വേ ടൂൾ പോസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് അതിനകത്തേക്ക് വരാം. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സർക്കുലർ ടൂൾ പോസ്റ്റ് ബോഡി ആൻഡ് പില്ലർ വിത്ത് സ്ലോട്ട്സ് അക്കോമഡേറ്റ് ദ ടൂൾ ഓർ ടൂൾ ഹോൾഡർ. അപ്പോൾ ഇതിനകത്തെന്ന് പറയുന്ന ഒരു സർക്കുലർ ഷേപ്പിലുള്ള ബേസും അതുപോലെ തന്നെ ഒരു പില്ലർ വിത്ത് സ്ലോട്ട്സും ഉണ്ടായിരിക്കും. അതിനകത്തേക്ക് നമുക്ക് ടൂളിനെ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിംഗ് ബേസ് ഉണ്ടായിരിക്കും, റോക്കർ ആം അഥവാ ബോട്ട് പീസ് ഉണ്ടായിരിക്കും, ടൂൾ ക്ലാമ്പിംഗ് സ്ക്രൂ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് കംപ്ലീറ്റ് ദ അസംബ്ലി ഓഫ് ദ ദിസ് ടൈപ്പ് ഓഫ് ടൂൾ പോസ്റ്റ്. നോക്കി, ഇതിനകത്ത് എന്തുണ്ടായിരിക്കും, ഇതിനകത്തൊരു അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു പില്ലർ ടൈപ്പ് സ്ലോട്ട്സ് ഉള്ള ഇതുണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു റിംഗ് ബേസ് ഉണ്ടായിരിക്കും. ഇതാണ് റിംഗ് ബേസ്. ഇനി ഈ ഒരു ടൂൾ ഹോൾഡ് ചെയ്തതിൻ്റെ താഴെയായിട്ട് എന്തുണ്ടായിരിക്കും, ഒരു റോക്കർ ആം ഉണ്ടായിരിക്കും. ഈ ഒരു ഷേപ്പ് വരും, അതായത് കപ്പലിൻ്റെ ഒരു ഷേപ്പ് വരും. അതുകൊണ്ടാണ് ഒരു ബോട്ടിൻ്റെ ഒരു ഷേപ്പ് വരും. സോ അതുകൊണ്ടാണ് ബോട്ട് പീസ് എന്ന് പറയുന്നത്, അഥവാ റോക്കർ ആം എന്ന് പറയാം. അത് ഒരു ടൂളില്ലേ, ഈ ടൂളിൻ്റെ താഴെയായിട്ടാണ് വരുന്നത്. സോ ഈ ഒരു റോക്കർ ആം അഥവാ ബോട്ട് പീസിൻ്റെ ഈ ഒരു ബോട്ടിൻ്റെ ഷേപ്പിലുള്ള ഈ ഒരു റോക്കർ ആം അഥവാ ബോട്ട് പീസിൻ്റെ മുകളിലായിട്ട് എന്ത് ചെയ്യുന്നു, മുകളിലായിട്ടായിരിക്കും ഈ ഒരു ടൂളിനെ പൊസിഷൻ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അതിലേക്കൊക്കെ വരാം. അപ്പം ദ ടൂൾ ഈസ് പൊസിഷൻഡ് ഓൺ ദ ബോട്ട് പീസ് ആൻഡ് ക്ലാമ്പ്ഡ്. ഓക്കെ, അതായത് ഇവിടെ ഒരു ബോട്ട് പീസ് ഉണ്ട്. ഈ ബോട്ട് പീസിൻ്റെ മുകളിലായിട്ട് ടൂളിനെ പൊസിഷൻ ചെയ്യുന്നു. അങ്ങനെ പൊസിഷൻ ചെയ്തിട്ട് ഈ ക്ലാമ്പ് ഉപയോഗിച്ച് ഇതിനെ എന്ത് ചെയ്യുന്നു, ടൈറ്റ് ചെയ്യുന്നു, ക്ലാമ്പിങ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു ബോട്ട് പീസിൻ്റെ മുകളിലായിട്ട് ഈ ടൂളിനെ പൊസിഷൻ ചെയ്തിട്ട് ഈ ക്ലാമ്പ് ഉപയോഗിച്ച് അതിനെ എന്ത് ചെയ്യുന്നു, ക്ലാമ്പിങ് ചെയ്യുന്നു, ടൈറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത നോക്കിയേ, ദ സെൻറ്റർ ഹൈറ്റ് ഓഫ് ദ ടൂൾ ടിപ്പ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ റോക്കർ ആം ആൻഡ് ദ റിംഗ് ബേസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഹൈറ്റ് എന്ന് പറയാൻ നമുക്കറിയാമല്ലേ. സെൻറ്റർ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ടൂളിനെ ഇതുമായിട്ട് കറക്റ്റ് പോയിന്റിൽ വരുന്നതാണ് സെൻറ്റർ ഹൈറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ഒരു റിംഗ് ബേസ് ഉണ്ട്. ഈ റിംഗ് ബേസും റോക്കർ ആമും ഉണ്ടായിരിക്കും. ഇതിൻ്റെ സഹായത്തോടെ, അതായത് റോക്കർ ആമിനെ നമുക്ക് ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുക, സ്ലൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ ഒരു റിംഗ് ബേസിനകത്ത് ഒരു ഗ്രൂവ് കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഗ്രൂവിനകത്തേക്ക് ഈ ഒരു ബോട്ട്, ഈ ഒരു ഭാഗം സെമി സർക്കുലർ ഷേപ്പാണ്. സോ നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ടൂളിനെ ഡൗൺ ആക്കാം, അതുപോലെ തന്നെ അപ്പ് ആക്കാം. അതായത് ഇതിനെ എന്ത് ചെയ്യും, സ്ലൈഡ് ചെയ്യുന്നു. മുകളിലോട്ടാക്കുമ്പോൾ ഇത് അപ്പാവും, ഈ ടൂൾ എന്ത് ചെയ്യുന്നു, അപ്പാകും. അതുപോലെ തന്നെ ഇത് സ്ലൈഡ് ചെയ്ത് താഴേക്ക് ആക്കുമ്പോൾ ഈ ടൂൾ ഡൗൺ ആകും. അങ്ങനെ ആ രീതിയിൽ അതിൻ്റെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ ലഭ്യമായിരിക്കും. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈസിയായിട്ട് നമുക്കിതിൻ്റെ ഒരു സെൻറ്റർ പോയിന്റ് നമുക്ക് ഈസിയായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, അതിനുശേഷം ഓൺലി വൺ ടൂൾ ക്യാൻ ബി ഫിക്സ്ഡ് ദിസ് ടൈപ്പ് ഓഫ് ടൂൾ പോസ്റ്റ്. പ്രധാനപ്പെട്ട പോയിന്റാണ്. ഈ ഒരു ടൈപ്പ് ടൂൾ പോസ്റ്റിനകത്ത് ഒരു ടൂൾ മാത്രമാണ് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ദ റിജിഡിറ്റി ഓഫ് ദ ടൂൾ ഈസ് ലെസ്, ഇറ്റ് ഈസ് ക്ലാമ്പ്ഡ് ഓൺലി വൺ ബോൾട്ട്. അതായത്
ഈ ഒരു 1 ക്ലാമ്പ് ഉപയോഗിച്ചാണല്ലോ, ബോൾട്ട് ഉപയോഗിച്ചാണല്ലോ ഇതിനെ സെറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ടൂളിനുള്ള റിജിഡിറ്റി, ശക്തത എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡെക്സിൻ ടൈപ്പ് ടൂൾ പോസ്റ്റ് ആണ്. ഇൻഡെക്സിൻ ടൈപ്പ് ടൂൾ പോസ്റ്റ്, ഈ കാണുന്നതാണ് ഇൻഡെക്സിൻ ടൈപ്പ് ടൂൾ പോസ്റ്റ്. ഈസ് ആൾസോ കാൾഡ് സ്ക്വയർ ടൂൾ പോസ്റ്റ്. ഇതൊരു സ്ക്വയർ കണ്ടില്ലേ, ഒരു സ്ക്വയർ ഹെഡ് കണ്ടില്ലേ, സോ സ്ക്വയർ ടൂൾ പോസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഇതിനകത്ത് 4 ടൂൾസിനെ 1 2 3 ഇപ്പുറത്തുണ്ട് 1, അങ്ങനെ 4 ടൂളിനെ സെറ്റ് ചെയ്യാൻ പറ്റും. അതിനെ 4-way ടൂൾ പോസ്റ്റ് എന്ന് പറയുന്നു. 4 ടൂൾസ് ക്യാൻ ബി ഫിക്സ്ഡ് ഇൻ ദിസ് ടൈപ്പ് ടൂൾ പോസ്റ്റ്. ഈ ടൂൾ പോസ്റ്റിനകത്താണ് 4 ടൂൾസിനെ സെറ്റ് ചെയ്യാൻ സാധിക്കും ഒരേ സമയം തന്നെ. സോ നമ്മൾ സിംഗിൾ വേക്കകത്ത് ഒരു ടൂളിനെയാണ് 4 വേ ആകുമ്പോഴത്തേക്കിനും 4 ടൂളിനെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് any one can brought into the operation positions and the square head clamped with the help of the hand lever. സോ പക്ഷേ 4 ടൂളിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ടൂളായിരിക്കും ആ ഒരു വർക്ക് പീസിലേക്ക് എന്ത് ചെയ്യുന്നത്, ക്ലോസ് ആവുന്നത്. ഓക്കെ, വർക്ക് പീസിലേക്ക് ക്ലോസ് ആവുന്നത് ഏതെങ്കിലും ഒരു പീസ് ആയിരിക്കും. ആൻഡ് ദ സ്ക്വയർ ഹെഡ്, ഈ ഒരു സ്ക്വയർ ഹെഡിൽ ഹെഡിന് എങ്ങനെയായിരിക്കും ക്ലാമ്പ് ചെയ്തിരിക്കുന്നത്, ഹെൽപ്പ് ഓഫ് ടറക്റ്റ് ലോക്ക് അഥവാ ഈ ഒരു ലിവറിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഓക്കെ, ഈ ഒരു ലിവറിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു പിന്നെ ഈ ഒരു ഹെഡിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ബോക്സ് ഹെഡിനെ നമ്മൾ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ലൂസൻ ഹാൻഡ് ലിവർ, ഈ ഹാൻഡ് ലിവർ നമ്മൾ ലൂസനും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഈ ഒരു പീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇതൊരു വർക്ക് പീസ്, ഇവിടെ ഒരു വർക്ക് പീസ് ഇരിക്കുന്നത് വെച്ചാൽ ഈ ഒരു പീസിനെ ഇങ്ങോട്ടേക്ക് വെക്കാം. ഇത് ലൂസ് ചെയ്തുകൊണ്ട് ഇതിനെ കറക്കി അടുത്ത ടൂളിനെ ഇങ്ങോട്ടേക്ക് വെക്കാം. ഇത് വീണ്ടും ലൂസ് ചെയ്ത് കറക്കിയിട്ട് അടുത്ത ടൂളിനെ ഇങ്ങനെ വെക്കാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആ ഒരു ക്ലാമ്പിംഗ് ലിവറിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ലൂസനും ചെയ്തുകൊണ്ട് അടുത്ത ടൂളിനെ നമുക്ക് ഇൻഡെക്സിഡ് ബ്ലോക്ക് ടു ദ ഓപ്പറേഷൻ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ദ ഇൻഡെക്സിങ് മാനുവലി. ഇങ്ങനെ ഈ ഒരു ലിവറിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, മാനുവലായിട്ടായിരിക്കും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈച്ച് ടൂൾ സെക്യൂർ ദ ടൂൾ പോസ്റ്റ് ബൈ മോർ ദാൻ 1 ബോൾട്ട് ആൻഡ് ഫോർ റിജിഡിറ്റി ഈസ് മോർ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ബോൾട്ട് ഉപയോഗിച്ച് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് റിജിഡിറ്റി കുറവാണെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഒരു ടൂളിനെ തന്നെ എന്താണ് നമ്പർ ഓഫ് ബോൾട്ട്, അതായത് ഒന്നിലധികം ബോൾട്ട് കൊണ്ട് ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ റിജിഡിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, ഫ്രീക്വൻറ്റ് ചേഞ്ച് ചെയ്യുന്ന ടൂൾ ഡിഫറൻറ്റ് ഓപ്പറേഷൻ നീഡ് നോട്ട് ബി ഡൺ ആസ് ആൾ ദ 4 ടൂൾസ് ക്യാൻ ബി ക്ലാമ്പഡ് അറ്റ് ദ സെയിം ടൈംസ്. അതായത് നമ്മൾ പറഞ്ഞു ഇതിനകത്ത് എന്താണ് 4 ടൂൾസിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് വീണ്ടും ഫ്രീക്വൻ്റ് ആയിട്ട് ദൂരേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് ഈ ഒരു ക്ലാമ്പിംഗ് ലിവറിനെ ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഓപ്പറേഷൻസും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വ്യത്യസ്ത ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇതിനകത്ത് 4 ടൂൾ ഉള്ളതുകൊണ്ട് തന്നെ വീണ്ടും ദൂരേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇതൊരു അഡ്വാൻറ്റേജ് ആണല്ലേ. അതുകൊണ്ട് ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൂളിനെ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കൂടുതൽ സ്കിൽ ആവശ്യമുള്ള പണിയാണ്. അതുപോലെ തന്നെ ടേക്ക് മോർ ടൈം സെറ്റ് ദ സെൻറ്റർ ഹൈറ്റ്. സെൻറ്റർ ഹൈറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളത് കൂടുതൽ സമയം വേണ്ടി വരും. ഓക്കെ, അടുത്തൊരു ഇതാണെന്ന് പറയുന്നത് ഇൻഡെക്സിങ് ക്വിക്ക് ചേഞ്ചിങ് ടൂൾ പോസ്റ്റ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ചോദ്യവുമായി ബന്ധപ്പെട്ടത് മോഡേൺ ലേത്തുകൾ യൂസ് ചെയ്യുന്ന ഏതാണെന്നാണ്. ഇതെന്ന് പറയുന്നത് ടൂൾ പോസ്റ്റ് മോഡേൺ ലേത്തിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഈ ടൈപ്പ് ടൂൾ പോസ്റ്റ് ആണ്. ഇൻസ്റ്റീഡ് ദ ചേഞ്ചിങ് ദ ടൂൾസ് ദ ടൂൾ ഹോൾഡർ ചേഞ്ച് ഇൻ വിച്ച് ദ ടൂൾ ഈസ് ഫിക്സ്ഡ്. സോ നമുക്ക് ഈ ഒരു ഇവിടെ ഒരു ഇതുണ്ട്, ഈ ഒരു ടൂൾ പോസ്റ്റിൽ നമുക്ക് ടൂളിനെ ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ടൂളിനെ ചേഞ്ച് ചെയ്യുന്നതിന് പകരം ഈ ഒരു ടൂൾ ഹോൾഡറോട് കൂടി തന്നെ അങ്ങ് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ടൂൾ ഹോൾഡറോട് ചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ്, അതിൽ കൂടുതൽ ടൂൾ ഹോൾഡർ ആവശ്യമാണ്, നമ്പർ ഓഫ് ടൂൾ ഹോൾഡർ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് എക്സ്പെൻസീവ് ആണ്. സോ എക്സ്പെൻസീവ് ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചാലും മോഡേൺ ലേത്തുകളിൽ യൂസ് ചെയ്യുന്ന ഏതാണെന്ന് ചോദിച്ചാലും ഒക്കെ ഏതാണ് മോഡേൺ ലേത്തുകൾ, അതായിരിക്കും ഒരു ക്വിക്ക് ചേഞ്ചിങ് ടൂൾ പോസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ദിസ് എക്സ്പെൻസീവ് ആൻഡ് റിക്വയർഡ് നമ്പർ ഓഫ് ടൂൾ പോസ്റ്റ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ബട്ട് ക്യാൻ ബി സെറ്റ് ദ സെൻറ്റർ ഹൈറ്റ് ഈസി ആയിട്ട് നമുക്ക് സെൻറ്റർ ഹൈറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ബെസ്റ്റ് റിജിഡിറ്റി ഓഫ് ദ ടൂൾ എന്താണ്, നല്ല റിജിഡിറ്റിയാണ് ടൂളിനുള്ളത്. ഓക്കെ, അപ്പോൾ സെൻറ്റർ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു വർക്കാണെന്ന് വിചാരിക്കും, ഒരു വർക്ക് എന്താണ്, ഓക്കെ, ഒരു വർക്ക് പീസ്, ആ ഒരു വർക്ക് പീസും അതുപോലെ തന്നെ എന്താണ് ആ ഒരു ടൂളും കൂടെ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, കറക്റ്റ് ആ ഒരു പോയിന്റിൽ വരണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അനദർ നെയിം, ഇവിടെ ചോദിച്ചാൽ നോക്കുക, വാട്ട് ഈസ് അനദർ നെയിം ഓഫ് സിംഗിൾ വേ ടൂൾ പോസ്റ്റ്, അല്ലെങ്കിൽ സ്ക്വയർ ടൂൾ പോസ്റ്റ്, ഇൻഡെക്സിങ് ടൂൾ പോസ്റ്റ്, എന്താണ് 4 വേ ടൂൾ പോസ്റ്റ്, അമേരിക്കൻ ടൂൾ പോസ്റ്റ്, ഇതിൻ്റെയൊക്കെ മറ്റൊരു പേരെന്താണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ സിംഗിൾ വേ ടൂൾ പോസ്റ്റ്, അല്ലെങ്കിൽ സിംഗിൾ വേ നല്ല അമേരിക്കൻ ടൂൾ പോസ്റ്റിൽ എത്ര ടൂളുകളെ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ നല്ല റിജിഡിറ്റിയോടെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ടൂൾ ഏതാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ മോഡേൺ ലേത്തുകളിൽ ഹോൾഡ് ചെയ്യുന്ന ടൂൾ ഏതാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഇൻഡെക്സിങ് ടൈപ്പ് ടൂൾ പോസ്റ്റിൽ എത്ര ടൂളുകളെ ഹോൾഡ് ചെയ്യാമെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഡിസ്അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ ഈ ഒരു 4 വേ ടൂൾ പോസ്റ്റിന് അല്ലെങ്കിൽ ഇൻഡെക്സിങ് ടൈപ്പ് ടൂൾ പോസ്റ്റിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് ഏതാണെന്ന് ചോദിക്കാം. അങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. അതേപോലെ ടൂൾ പോസ്റ്റ് നമ്മൾ എവിടെയാണ് ഹോൾഡ് ചെയ്യുന്നത് ചോദിക്കാം, ടോപ്പ് സ്ലൈഡിലായിരിക്കും. അങ്ങനെ വ്യത്യസ്ത ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. താങ്ക് യു.